അന്ധകാരം തളംകെട്ടി നിൽക്കുന്ന മോൾസ് ടൗണിന്റെ ഇടുങ്ങിയ തെരുവുകളിലൂടെ ആ രണ്ടു പുരുഷന്മാർ നടന്നു നീങ്ങി. ചുറ്റുമുള്ള ഇരുട്ടിനെ വകഞ്ഞുമാറ്റിക്കൊണ്ട് അവരുടെ മുഖങ്ങളിൽ ആർത്തിപിടിച്ച ചിരി നിറഞ്ഞുനിന്നിരുന്നു. അവരുടെ ലക്ഷ്യം ആ തെരുവിന്റെ അറ്റത്തുള്ള വേശ്യാലയമായിരുന്നു. നമ്മൾ എത്തിക്കഴിഞ്ഞുവെന്ന് അവരിലൊരാൾ ആവേശത്തോടെ പറഞ്ഞു. വേശ്യാലയത്തിനകത്ത് ആഘോഷങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. മദ്യവും മദിരാക്ഷിയും നിറഞ്ഞ ആ മുറിയിൽ എല്ലാവരും സ്വന്തം ലോകത്ത് മതിമറന്നു. അവിടെ കൂടിയിരുന്നവർക്കിടയിൽ ഒരു സ്ത്രീ മദ്യലഹരിയിൽ ഒരു പാട്ടിന്റെ ഈണം ഏമ്പക്യത്തിലൂടെ പുറപ്പെടുവിക്കുകയായിരുന്നു. അത് കേട്ട് ആവേശത്തോടെ മാൻ ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദ റെയിൻസ് ഓഫ് കാസ്റ്റമിയർ. പക്ഷേ ആ ഉത്തരം തെറ്റായിരുന്നു. മോൾസ് ടൗൺ ഹോർ എന്നറിയപ്പെടുന്ന ആ സ്ത്രീ പുച്ഛത്തോടെ അവനെ നോക്കി. അവളുടെ മുഖത്ത് ദേഷ്യവും പരിഹാസവും ഇടകലർന്നു. അവൾ അലറി, യു ഫക്കിംഗ് ഡിക്ക്. എപ്പോഴും ഒരേ തെറ്റായ ഉത്തരം തന്നെയാണല്ലോ നീ പറയുക. കൂടിയിരുന്നവർ എല്ലാവരും അത് കേട്ട് ആർത്തുചിരിച്ചു. വീണ്ടും അവൾ അതേ ഈണം ഏമ്പക്കത്തിലൂടെ പുറപ്പെടുവിച്ചു. ഇത്തവണ മൂന്നാമതൊരാൾ ആവേശത്തോടെ ചാടി വീണു. ഓ, ദ ബെയർ ആൻഡ് ദ മെയ്ഡൻ ഫെയർ. അത് ശരിയായിരുന്നു. എല്ലാവരും കൈയടിച്ച് ആർപ്പു വിളിച്ചു. ആ സ്ത്രീ ചിരിച്ചുകൊണ്ടെഴുന്നേറ്റു. അവൾ പരിഹാസത്തോടെ പറഞ്ഞു, അതാ ചെവിയുള്ള ഒരുത്തൻ അവിടെയുണ്ട്. പക്ഷേ കഷ്ടം, നിന്റെ ആണത്തം ഒരു നഖത്തിന്റെ അറ്റത്തോളം മാത്രമേയുള്ളൂ. ആദ്യമായി നിന്നെ തുണിയില്ലാതെ കണ്ടപ്പോൾ നീ ഒരു ഷണ്ടനാണെന്നാണ് ഞാൻ കരുതിയത്. പെണ്ണുങ്ങളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? സ്വന്തം കൂട്ടിൽ നിന്ന് തല പുറത്തേക്കിടുന്ന ഒരു ഒച്ചിൻകുഞ്ഞിനെപ്പോലെയാണത് എന്ന് അവൾ പരിഹസിച്ചു പറഞ്ഞു. അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് മുറിയുടെ ഒരു മൂലയിലിരുന്നിരുന്ന ഗില്ലിയുടെ അടുത്തേക്ക് നടന്നു. ഗില്ലി ഭയത്തോടെ ഇരിക്കുകയായിരുന്നു. ആ സ്ത്രീ ഗില്ലിയുടെ മുഖത്തേക്ക് നോക്കി പരുക്കനായി പറഞ്ഞു, നിന്റെ കുഞ്ഞ് ഇന്ന് രാവിലെ കിടന്നു കരയുന്നുണ്ടായിരുന്നു. അത് എന്റെ ഉറക്കം കളഞ്ഞു. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഊവ് എന്ന് ഗില്ലി ശബ്ദം താഴ്ത്തി മറുപടി പറഞ്ഞു. ആ സ്ത്രീ വിടാൻ ഭാവമില്ലായിരുന്നു. അതിന് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവൾ വീണ്ടും ചോദിച്ചു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു മൂങ്ങയുടെ മൂളൽ കേട്ടു. അന്തരീക്ഷത്തിൽ ഒരു നിശബ്ദത പടർന്നു. പക്ഷേ ആ സ്ത്രീ അത് വകവയ്ക്കാതെ വീണ്ടും ചോദിച്ചു, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? അത് വെറുമൊരു മൂങ്ങയല്ലേ, നീ എന്താ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ആ സ്ത്രീ പുച്ഛിച്ചു ചോദിച്ചു. അല്ല, അതൊരു മൂങ്ങയല്ല എന്ന് ഗില്ലി വിറയലോടെ പറഞ്ഞു. വീണ്ടും മൂങ്ങയുടെ ശബ്ദം മുഴങ്ങി. ഇത്തവണ അത് കൂടുതൽ അടുത്തെത്തിയതുപോലെ തോന്നി. പുറത്ത് കിണറ്റിനടുത്തേക്ക് നടന്നുവന്ന ഒരാളുടെ പ്രതിബിംബം വെള്ളത്തിൽ തെളിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം ഇരുട്ടിൽ നിന്ന് വന്ന സ്റ്റൈർ ആ മനുഷ്യന്റെ കഴുത്തറുത്തു. ചോര ചീറ്റിച്ചുകൊണ്ട് അയാൾ നിലത്തു വീണു. ഇരുട്ടിൽ നിന്ന് ടോർമണ്ടും കാട്ടുവാസികളും കാട്ടുതീ പോലെ ആ ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറി. കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ വെട്ടിവീഴ്ത്തി. മരണത്തിന്റെ നിലവിളികൾ മോൾസ് ടൗണിൽ മുഴങ്ങി. വൈഗ്രിറ്റും ആ കൊലയാളി സംഘത്തിലുണ്ടായിരുന്നു. സ്റ്റൈറും സംഘവും വേശ്യാലയത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. പാട്ടും ചിരിയും നിലച്ചു. പകരം മരണഭയം നിറഞ്ഞു. വൈഗ്രിറ്റ് മുകളിലത്തെ നിലയിൽ ഒളിച്ചിരുന്നവരെ കൊന്നുതീർത്തു. തിരികെ പോകാറായപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. വൈഗ്രിറ്റ് പതുക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. ഒരു മറനീക്കി നോക്കുമ്പോൾ ഗില്ലി തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വിറയ്ക്കുന്നത് അവൾ കണ്ടു. ഒരു നിമിഷം വൈഗ്രിറ്റിന്റെ കണ്ണുകളിൽ എന്തോ ഒരു ഭാവം മിന്നിമറഞ്ഞു. അവൾ വിരൽ ചുണ്ടോട് ചേർത്ത് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. അവരെ വെറുതെ വിട്ടുകൊണ്ട് വൈഗ്രിറ്റ് അവിടെ നിന്നിറങ്ങി. കാഴ്ചകൾ കാസൽ ബ്ലാക്കിലേക്ക് മാറി. അവിടെ അന്തരീക്ഷം ശോകമയമായിരുന്നു. സാം കടുത്ത കുറ്റബോധത്താൽ നീറുകയായിരുന്നു. ഞാൻ അവളെ അവിടെ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നുവെന്ന് സാം വേദനയോടെ പറഞ്ഞു. ജോൺ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്കത് മുൻകൂട്ടി അറിയാൻ കഴിയില്ലായിരുന്നു എന്നവൻ പറഞ്ഞു. തീർച്ചയായും എനിക്കറിയാമായിരുന്നു. അവർ അടുത്തുള്ള ഗ്രാമങ്ങൾ ആക്രമിക്കുന്നുണ്ടായിരുന്നുവെന്ന് സാം നിരാശയോടെ പറഞ്ഞു. എന്റെ തെറ്റുകൊണ്ടാണ് അവൾ മരിച്ചത് എന്ന് അവൻ സങ്കടത്തോടെ പറഞ്ഞു. നമുക്ക് മോൾസ് ടൗൺ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ഗ്രെൻ നിരാശയോടെ പറഞ്ഞു. ജോൺ ഗൗരവത്തോടെ പറഞ്ഞു, നമുക്ക് അവരുടെ പിന്നാലെ പോകാൻ കഴിയില്ല, നിനക്കതറിയാം. അതാണ് അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. രംഗം മീറീനിലേക്ക് മാറി. നദിക്കരയിൽ സ്ത്രീകളും പുരുഷന്മാരും കുളിക്കുകയും തുണി കഴുകുകയും ചെയ്യുകയായിരുന്നു. ഗ്രേവോം മിസൻഡെയെ നോക്കി. അവൾ നദിയിൽ നഗ്നയായി കുളിക്കുകയായിരുന്നു. ഗ്രേവോം നോക്കുന്നത് കണ്ട് മിസൻഡെ ഒന്ന് അമ്പരന്നെങ്കിലും അവൾ നാണിക്കാതെ എഴുന്നേറ്റ് നിന്നു. പിന്നീട് പതുക്കെ ശരീരം മറച്ചു. ഗ്രേവോം ലജ്ജയോടെ വെള്ളത്തിൽ മുങ്ങി. പിന്നീട് ഡാനിയുടെ സിംഹാസനമുറിയിൽ അവർ സംസാരിക്കുകയായിരുന്നു. അവൻ നിന്നെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഡാനി ചോദിച്ചു. ഇല്ല, ഒളിഞ്ഞു നോക്കുകയായിരുന്നില്ല എന്ന് മിസൻഡെ പറഞ്ഞു. ശരി, ഇതിലെന്താണ് ഇത്ര കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗ്രേവോമിന് അതിലൊന്നും താൽപ്പര്യമുണ്ടാകില്ല. അൻസലീഡിന് നമ്മുടെ വസ്ത്രത്തിനുള്ളിൽ എന്താണെന്നറിയാൻ ഒരു താൽപ്പര്യവുമില്ല എന്ന് ഡാനി പറഞ്ഞു. മിസൻഡെ ഉറപ്പിച്ചു പറഞ്ഞു, അവന് താൽപ്പര്യമുണ്ടായിരുന്നു. എന്ത് എന്ന് ഡാനി അത്ഭുതപ്പെട്ട് ചോദിച്ചു. അവന് താൽപ്പര്യമുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് മിസൻഡെ പറഞ്ഞു. ഡാനി ഗൗരവത്തോടെ ചോദിച്ചു, അടിമക്കച്ചവടക്കാർ ആൺകുട്ടികളെ ഷണ്ടന്മാരാക്കുമ്പോൾ അവർ ആ ഭാഗം മുഴുവനായും മുറിച്ചു മാറ്റുമോ? തൂണും കല്ലുകളും എന്ന് ഡാനി അർത്ഥം വെച്ച് വിശദീകരിച്ചു പറഞ്ഞു. എനിക്കറിയില്ല മഹാറാണി എന്ന് മിസൻഡെ പറഞ്ഞു.
നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ എന്ന് ഡാനി ചോദിച്ചു. ഉണ്ട്, മിസൻഡേയ് സമ്മതിച്ചു പറഞ്ഞു. പിന്നീട് മിസൻഡേയ് സിംഹാസനത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ഗ്രേവ് വേം കടന്നുവന്നു. മിസൻഡേയ് എന്ന് അവൻ വിളിച്ചു. അവൻ തുടർന്നു, ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതാണ് എന്ന് അവൻ പറഞ്ഞു. നീ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് മിസൻഡേയ് മറുപടി പറഞ്ഞു. ഞാൻ നിന്നെ പേടിപ്പിച്ചില്ലെന്ന് കരുതുന്നു എന്ന് ഗ്രേവോം പറഞ്ഞു. ഇല്ല എന്ന് അവൾ പറഞ്ഞു. പൊതുവായ ഭാഷയിൽ നീ എനിക്ക് തരുന്ന പാഠങ്ങൾ, അവ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് എന്ന് അവൻ അല്പം ബുദ്ധിമുട്ടി പറഞ്ഞു. വിലപ്പെട്ടത് എന്ന വാക്ക് ഞാൻ നിന്നെ പഠിപ്പിച്ചത് ഓർക്കുന്നില്ല എന്ന് മിസൻഡേയ് ചിരിയോടെ ചോദിച്ചു. ജോറ ദി ആൻഡൽ, അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നു. അദ്ദേഹം എന്നെ ഈ വാക്കു പഠിപ്പിച്ചുവെന്ന് ഗ്രേവോം പറഞ്ഞു. എനിക്ക് വിഷമമുണ്ട്. ഇന്നത്തെ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അവൻ വികാരഭരിതനായി പറഞ്ഞു. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഗ്രേവ് വേം എന്ന് മിസൻഡേയ് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. നീ എന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് മിസൻഡേയ് പറഞ്ഞു. എനിക്കും എന്ന് ഗ്രേവ് വേം മറുപടി നൽകി. അവൻ സിംഹാസനമുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. കാഴ്ച മോട്ട് കെയ്ലിനിലേക്ക് മാറി. അവിടെ റാംസെയും തിയോണും നിൽക്കുന്നു. നീ അവരോട് എന്താണ് പറയുക എന്ന് റാംസെ ചോദിച്ചു. ഞാൻ തിയോൺ ബാലനിന്റെ മകൻ, അയൺ ഐലൻഡ്സിന്റെ അവകാശി എന്ന് അവൻ മറുപടി നൽകി. റാംസെ ചോദിച്ചു, ശരിക്കും നീ ആരാണ്? ഞാൻ റീക്കാണ് എന്ന് തിയോൺ പറഞ്ഞു. നിനക്കുറപ്പാണോ? നിന്നെ കണ്ടാൽ ഒരു പ്രഭുവിനെപ്പോലെയുണ്ട്, ശക്തനും അഭിമാനിയും എന്ന് റാംസെ പരിഹസിച്ചു ചോദിച്ചു. ഞാൻ റീക്കാണ് എന്ന് തിയൻ ആവർത്തിച്ചു പറഞ്ഞു. എപ്പോൾ വരെ എന്ന് റാംസെ ചോദിച്ചു. എപ്പോഴും, എന്നേക്കും എന്ന് തിയോൺ പറഞ്ഞു. അതാണ് ശരി, നീ മണ്ണിൽ അഴുകിത്തീരുന്നതുവരെ. നീ എന്താണെന്നും എന്തെല്ലെന്നും നിനക്കെപ്പോഴും ഓർമ്മ വേണം. ലോർഡ് കെന്നിങ്ങിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് റാംസെ ആജ്ഞാപിച്ചു. തിയോൺ കുതിരപ്പുറത്ത് കോട്ടയുടെ കവാടത്തിലേക്കടുത്തു. തിയോൺ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചു. നീ എന്തിനാണ് ബോൾട്ടൺ സൈന്യത്തോടൊപ്പം നടക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. വിന്റർഫെല്ലിന് ശേഷം ലോർഡ് ബോൾട്ടൺ എന്നെ തടവിലാക്കി. നിങ്ങളുമായി ഒരു സമാധാന ചർച്ചയ്ക്കായി അദ്ദേഹം എന്നെ അയച്ചതാണ് എന്ന് തിയോൺ പറഞ്ഞു. ലോർഡ് ബോൾട്ടന് എന്താണ് വേണ്ടത് എന്നയാൾ ചോദിച്ചു. തിയോൺ ഒരു ചുരുൾ കൈമാറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അസുഖം ബാധിച്ച് തളർന്നിരിക്കുന്നു. നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ്. കടലിൽ നിന്ന് 100 മൈലുകൾ അകലെയാണ്. നിങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഈ കോട്ട ഉപേക്ഷിക്കാനും ലോർഡ് ബോൾട്ടൺ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇത് ചെയ്താൽ എന്നോട് കാണിക്കുന്ന അതേ നീതിയും ന്യായവും അദ്ദേഹം നിങ്ങളോടും കാണിക്കും. സ്റ്റോണി ഷോറിലേക്ക് സുരക്ഷിതമായ പാത അദ്ദേഹം നിങ്ങൾക്ക് നൽകും. ഞങ്ങൾ കീഴടങ്ങണമെന്നാണോ അവൻ ആഗ്രഹിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. എന്റെ അച്ഛൻ, നിങ്ങളുടെ രാജാവ്, വർഷങ്ങൾക്കു മുമ്പ് റോബർട്ട് ബരാത്തിയനു മുന്നിൽ കീഴടങ്ങിയിരുന്നു. അദ്ദേഹം മുട്ടുകുത്തുന്നത് ഞാൻ കണ്ടു. അതിൽ യാതൊരു നാണക്കേടുമില്ലായിരുന്നു. അദ്ദേഹം അന്തസ്സോടെ പോരാടി, നിങ്ങളെപ്പോലെ തന്നെ എന്ന് തിയോൺ പറഞ്ഞു. അയാൾ തളർന്നു വീണു. അയാളുടെ ആളുകൾ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പെട്ടെന്നയാൾ തിയോണിന്റെ മുഖത്തേക്ക് ചോര തുപ്പി. നാണക്കേടില്ലാതെ അന്തസ്സോടെ പോരാടി എന്നൊന്നില്ല. ഒരു അടിമപ്പട്ടി മാത്രമേ ഇങ്ങനെ സംസാരിക്കൂ. അല്ലെങ്കിൽ ഒരു സ്ത്രീ. നീയൊരു പെണ്ണാണോടാ എന്നയാൾ അലറി ചോദിച്ചു. നിങ്ങൾക്ക് അറിയില്ല എന്ന് തിയോൺ പേടിയോടെ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങില്ല എന്ന് അയാൾ പ്രഖ്യാപിച്ചു. റീക്ക്, റീക്ക് എന്ന് തിയോൺ വിറയലോടെ പിറുപിറുത്തു. നീ എന്താണ് അവിടെ കിടന്ന് പിറുപിറുക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരാൾ ഒരു മഴു ഉപയോഗിച്ച് കമാൻഡറുടെ തലയിൽ വെട്ടി. അയാൾ മരിച്ചു വീണു. ഞങ്ങൾ വഴങ്ങിയാൽ ഞങ്ങൾ ജീവിക്കുമോ? ഈ പേപ്പറിൽ അതാണോ പറയുന്നത് എന്ന് വെട്ടിയാൾ ചോദിച്ചു. വെള്ളക്കൊടി ഉയർത്താൻ നിങ്ങളുടെ ആളുകളോട് പറയൂ. കവാടങ്ങൾ തുറക്കൂ. നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് തിയോൺ പറഞ്ഞു. അടുത്ത നിമിഷം തൊലിയുരിഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട അയാളുടെ മൃതദേഹമാണ് കാണാൻ കഴിഞ്ഞത്. റാംസെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ അവരെ പോകാൻ അനുവദിക്കുമെന്ന് നീ ശരിക്കും കരുതിയോ? തൊലിയുരിയുന്നതിപ്പോൾ ഫാഷൻ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടകരമാണ്, പക്ഷേ അതാണ് സത്യം. ദി വെയിലിൽ വിചാരണ നടക്കുകയായിരുന്നു. നിനക്ക് വിദേശ രക്തമുണ്ട് അല്ലേ എന്ന് ലോർഡ് റോയ്സ് ചോദിച്ചു. നമ്മുടെ എല്ലാവരുടെയും പൂർവികർ എവിടെ നിന്നെങ്കിലും വന്നവരായിരിക്കുമല്ലോ എന്ന് ബെയ്ലിഷ് മറുപടി പറഞ്ഞു. ഞങ്ങളുടെ പൂർവികർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറിയവരാണ്. അന്നുമുതൽ ഞങ്ങൾ ആക്രമണകാരികളെ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് ലോർഡ് റോയ്സ് പറഞ്ഞു. ഈ നാടിന്റെ സൗന്ദര്യത്തിന് കിടപിടിക്കുന്നത് ഇവിടുത്തെ കുടുംബങ്ങളുടെ കുലീനത മാത്രമാണ്. ലേഡി ആരിൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് അവരുടെ ശക്തി എന്ന് ബെയ്ലിഷ് ശാന്തമായി പറഞ്ഞു. ജോൺ ആരിൻ നിങ്ങളെ ഖജനാവിന്റെ ചുമതലയേൽപ്പിച്ചപ്പോൾ ആരും കാര്യമാക്കിയില്ല. അതൊരു വൃത്തികെട്ട ജോലിയായിരുന്നു. പക്ഷെ നിങ്ങളിവിടെ പമ്മി നടക്കുന്നുവെന്നും അവരെ വശീകരിക്കുന്നുവെന്നും കേട്ടപ്പോൾ എന്ന് ലോർഡ് റോയ്സ് തുടർന്നു. അവർ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. കുട്ടിക്കാലം മുതൽ ഞാനും അവരും നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് ബെയ്ലിഷ് പറഞ്ഞു. ലേഡി ആന്യ ഇടപെട്ടു പറഞ്ഞു, അതെ, നിങ്ങൾ എത്ര അടുപ്പത്തിലായിരുന്നുവെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ മാത്രം കാര്യമായിരുന്നു. പക്ഷേ അവരുടെ മരണം ഞങ്ങളുടെ കാര്യമാണ്. അവരുടെ ആത്മഹത്യ ഞങ്ങളെ എല്ലാവരെയും തകർത്തുവെന്ന് ബെയ്ലിഷ് പറഞ്ഞു. അവർ വിചിത്ര സ്വഭാവക്കാരിയായിരുന്നു. എല്ലാവർക്കും അതറിയാം.
പക്ഷെ ആത്മഹത്യ. അവർ ആ കുട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം അവർ അവനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ലേഡി ആന്യ സംശയിച്ചു ചോദിച്ചു. നിങ്ങൾ വന്ന ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു. അവർ വാതിലിലൂടെ താഴേക്ക് വീണു മരിച്ചു എന്നത് വളരെ വിചിത്രമാണ് എന്ന് ലോർഡ് റോയ്സ് പറഞ്ഞു. അവർ എപ്പോഴും വിഷാദരോഗത്തിനടിമയായിരുന്നു. അവർ നമ്മുടേതുപോലെ ക്രൂരമായ ഒരു ലോകത്തിന് യോജിച്ചവളായിരുന്നില്ല എന്ന് ബേലിഷ് പറഞ്ഞു. അവിടെ ഒരു സാക്ഷിയുണ്ടായിരുന്നെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഒരു പെൺകുട്ടിയെന്ന് ലോർഡ് റോയ്സ് പറഞ്ഞു. നിങ്ങളുടെ ഒരു അനന്തരവളാണെന്ന് ഞാൻ കരുതുന്നുവെന്ന് ലേഡി ആന്യ കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസമില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത ഒരു പെൺകുട്ടി. അവളിൽ നിന്ന് ഒരു സഹായവും ലഭിക്കില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നുവെന്ന് ബേലിഷ് പറഞ്ഞു. സാൻസ സ്റ്റാർക്ക് മുറിയിലേക്ക് പ്രവേശിച്ചു. അടുത്തുവരൂ കുട്ടി, ഞങ്ങളെ ഭയപ്പെടേണ്ട. ഇദ്ദേഹം നിങ്ങളുടെ അമ്മാവനാണോ? നിങ്ങളുടെ പേരെന്താണ്? ഇദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തുപോയാൽ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുമോ എന്ന് ലേഡി ആന്യ ചോദിച്ചു. അദ്ദേഹത്തിനിവിടെ നിൽക്കാമെന്ന് സാൻസ പറഞ്ഞു. നീ എന്താണ് അവിടെ കണ്ടതെന്ന് ഞങ്ങളോട് പറ എന്ന് ലോർഡ് റോയ്സ് ഗർജിച്ചു ചോദിച്ചു. സാൻസ ബേലിഷിനെ നോക്കി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് സത്യം പറയേണ്ടിവരും. പിന്നെ കൗൺസിലിനെ നോക്കി അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളോടെല്ലാം പറയാം. ദയവായി ഒന്നും മറച്ചുവെക്കരുത് എന്ന് ലേഡി ആന്യ പറഞ്ഞു. സാൻസ വികാരഭരിതയായി പറഞ്ഞു, എന്റെ യഥാർത്ഥ പേര് അതല്ല. ഞാൻ സാൻസ സ്റ്റാർക്കാണ്, ലോർഡ് എഡ്വാർഡ് സ്റ്റാർക്കിന്റെ മകൾ. ലോർഡ് റോയ്സ് ഞെട്ടിപ്പോയി. എന്റെ മുഖത്തു നോക്കി, നീ നുണ പറയുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്റെ അച്ഛൻ വധിക്കപ്പെട്ട ശേഷം ഞാൻ അവിടെ ഒരു ബന്ദിയായിരുന്നു. ജോഫ്രിക്ക് പീഡിപ്പിക്കാനും ക്വീൻ സെർസിക്ക് ഉപദ്രവിക്കാനുമുള്ള വെറുമൊരു കളിപ്പാട്ടം. അവരെന്നെ അടിച്ചു, അപമാനിച്ചു, വിവാഹം കഴിപ്പിച്ചു. എനിക്കവിടെ സുഹൃത്തുക്കൾ ആരുമുണ്ടായിരുന്നില്ല, ഒരാളൊഴികെ. അദ്ദേഹം എന്നെ രക്ഷിച്ചു. അവസരം കിട്ടിയപ്പോൾ എന്നെ ഒളിച്ചുകടത്തി. ഇവിടെ എന്റെ സ്വന്തം രക്തമായ ആണ്ട് ലൈസായുടെ കൂടെ ഞാൻ സുരക്ഷിതയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശത്രുക്കൾക്ക് എല്ലായിടത്തും സുഹൃത്തുക്കളുണ്ട്, ഇവിടെ പോലും. അതുകൊണ്ട് എന്റെ യഥാർത്ഥ പേര് ആരോടും പറയരുതെന്ന് അദ്ദേഹം എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു എന്ന് അവൾ പറഞ്ഞു. നിങ്ങളുടെ രഹസ്യം ഞങ്ങളുടെ അടുത്ത് സുരക്ഷിതമാണ് എന്ന് സർ വാൻസ് പറഞ്ഞു. നിങ്ങളുടെ ആന്റിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളോട് പറയൂ എന്ന് ലേഡി ആന്യ ചോദിച്ചു. സാൻസ കരച്ചിലിന്റെ വക്കിലെത്തി പറഞ്ഞു, നിങ്ങൾക്കവരെ നന്നായി അറിയാമായിരുന്നു. അവർ പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ എപ്പോഴും ഇദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 8 വയസ്സുള്ളപ്പോൾ ഒരു ചെറിയ സഞ്ചിയിൽ തന്റെ സമ്പാദ്യമെല്ലാം ചുമന്നുകൊണ്ട് അദ്ദേഹം അവിടെ എത്തിയ നിമിഷം മുതൽ തന്റെ ഭർത്താവിനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന് അവർ എന്നോട് ഏറ്റുപറഞ്ഞു. അച്ഛന്റെ വാക്കുകേട്ട് അവർ ജീവിക്കുകയായിരുന്നു. ഒടുവിൽ ദൈവങ്ങൾ അവരെ ഒരുമിപ്പിച്ചപ്പോൾ അവർ വളരെ സന്തോഷവതിയായിരുന്നു. കുറച്ചുകാലത്തേക്ക് മാത്രം. എന്റെ ആന്റി ഭയങ്കര അസൂയയുള്ള സ്ത്രീയായിരുന്നു. അദ്ദേഹത്തിന് അവരോട് സ്നേഹമില്ലാതാകുമെന്ന് അവർ ഭയപ്പെട്ടു. ഒരു ചെറുപ്പക്കാരിക്കു വേണ്ടി അദ്ദേഹം അവരെ ഉപേക്ഷിക്കുമെന്ന് അവർ ഭയന്നു. ഒരു ദിവസം അദ്ദേഹം എന്നെ ചുംബിക്കുന്നത് അവർ കണ്ടു. അതൊരു കവിളിലെ ഉമ്മ മാത്രമായിരുന്നു, അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഇപ്പോൾ സത്യത്തിൽ വിവാഹത്തിലൂടെ എന്റെ അമ്മാവനാണ്. അദ്ദേഹം എന്നോട് എപ്പോഴും കരുണ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയതിൽ സ്വതന്ത്രയായതിൽ ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. എല്ലാം അദ്ദേഹം കാരണം. പക്ഷേ എന്റെ ആന്റി എനിക്കെതിരെ തിരിഞ്ഞു. അവർ എന്നെ ശപിച്ചു, എന്നെ വേശ്യയെന്ന് വിളിച്ചു, എന്നെ ആ വാതിലിലൂടെ താഴേക്ക് എറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ അടിച്ചു. തനിക്കിനി ജീവിക്കേണ്ടെന്ന് അവർ പറഞ്ഞു. അവർ ആ കൊക്കയുടെ അറ്റത്ത് നിന്നു. അദ്ദേഹം അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. താൻ സ്നേഹിച്ച ഒരേയൊരു സ്ത്രീ അവരാണെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ അവർ ആ വാതിലിലൂടെ പുറത്തേക്ക് കാലെടുത്തു വച്ചു എന്ന് പറഞ്ഞ് സാൻസ പൊട്ടിക്കരഞ്ഞു. അത് നിന്റെ തെറ്റല്ല മോളെ, അത് നിന്റെ തെറ്റല്ല എന്ന് ലേഡി ആന്യ അവളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു. സാൻസ കണ്ണുനീരിനിടയിലൂടെ ബെലിഷിനെ നോക്കി. മീരീനിൽ ഒരു കുട്ടി സേർ ബാരിസ്ഥാന് ഒരു ചുരുൾ നൽകി. അത് വായിച്ച അദ്ദേഹം ഞെട്ടി. അയാൾ സിംഹാസനമുറിയിലേക്ക് നടന്നു. ഡാനിയുടെ മുഖത്ത് കോപം ജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് അയാൾ നിങ്ങൾക്ക് മാപ്പ് നൽകിയത് എന്ന് ഡാനി ചോദിച്ചു. നമുക്ക് തനിച്ച് സംസാരിക്കാം എന്ന് അയാൾ അപേക്ഷിച്ചു. വേണ്ട, ഇവിടെ വച്ച് സംസാരിച്ചാൽ മതി, എനിക്ക് വിശദീകരിച്ചു തരൂ എന്ന് ഡാനി പറഞ്ഞു. ഇതാരാണ് ഇവിടേക്ക് അയച്ചതെന്ന് നിങ്ങൾ കരുതുന്നു? ആർക്കാണ് ഇതിൽ ലാഭം? ഇത് ടൈവിൻ ലാനിസ്റ്ററിന്റെ പണിയാണ്. നമ്മളെ ഭിന്നിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തമ്മിൽ തല്ലിയാൽ നമ്മൾ അവനോട് യുദ്ധം ചെയ്യില്ലല്ലോ എന്ന് അയാൾ പറഞ്ഞു. നമ്മൾ കണ്ടുമുട്ടിയ വർഷമാണ് ഈ മാപ്പ് ഒപ്പിട്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് മാപ്പ് നൽകിയത്? ഈ രേഖ വ്യാജമാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഡാനി ചോദിച്ചു. ഇത് വ്യാജമല്ല എന്ന് അയാൾ പറഞ്ഞു.
പിന്നെ എന്തിന് എന്ന് ഡാനി ചോദിച്ചു. ചാരത്തലവന് ഞാൻ കത്തുകൾ അയച്ചിരുന്നു എന്ന് അയാൾ സമ്മതിച്ചു പറഞ്ഞു. എന്തായിരുന്നു ആ കത്തുകളിൽ എന്ന് ഡാനി ചോദിച്ചു. വിവരങ്ങൾ എന്ന് അയാൾ മറുപടി നൽകി. എന്ത് വിവരങ്ങൾ എന്ന് ഡാനി ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങളും വിഷേരിസും അവിടെ എത്തിയപ്പോൾ ഉള്ള വിവരങ്ങൾ, നിങ്ങളെ കാൽ ദ്രോഗോയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള അവന്റെ പദ്ധതി, നിങ്ങൾ വിവാഹിതയായപ്പോൾ, നിങ്ങളുടെ സഹോദരൻ മരിച്ചപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് അയാൾ പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ ചുമക്കുന്നുണ്ടെന്ന് നിങ്ങൾ അവനോട് പറഞ്ഞോ എന്ന് ഡാനി ചോദിച്ചു. മഹാറാണി എന്ന് അയാൾ വിളിച്ചു. എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ കുഞ്ഞിനെ ചുമക്കുന്നുണ്ടെന്ന് നിങ്ങൾ അവനോട് പറഞ്ഞോ എന്ന് ഡാനി വീണ്ടും ചോദിച്ചു. അതെ എന്ന് അയാൾ സമ്മതിച്ചു പറഞ്ഞു. നിങ്ങളുടെ വിവരങ്ങൾ കാരണമാണ് ആ വീഞ്ഞ് കച്ചവടക്കാരൻ എന്നെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ഡാനി പറഞ്ഞു. ഞാൻ നിങ്ങളെ ആ വീഞ്ഞ് കുടിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്ന് അയാൾ പറഞ്ഞു. അതിൽ വിഷമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് ഡാനി പറഞ്ഞു. ഞാൻ സംശയിച്ചു എന്ന് അയാൾ പറഞ്ഞു. ആദ്യം മുതൽ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ഡാനി പറഞ്ഞു. ദയവായി എന്നോട് ക്ഷമിക്കൂ എന്ന് അയാൾ അപേക്ഷിച്ചു പറഞ്ഞു. എന്റെ അച്ഛനെ കൊന്ന് എന്റെ സഹോദരന്റെ സിംഹാസനം കവർന്നെടുത്ത മനുഷ്യന് നിങ്ങൾ എന്റെ രഹസ്യങ്ങൾ വിറ്റു എന്ന് ഡാനി പറഞ്ഞു. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു, നിങ്ങൾക്കായി പോരാടി, നിങ്ങൾക്കായി കൊന്നു എന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കണമെന്നോ എന്ന് ഡാനി ചോദിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് അയാൾ പറഞ്ഞു. എന്നോടത് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? വേറെ ഏതൊരു മനുഷ്യനാണെങ്കിലും ഞാൻ വധശിക്ഷ നൽകുമായിരുന്നു. പക്ഷേ നിങ്ങളെ മരിച്ചാലും ജീവിച്ചാലും എന്റെ നഗരത്തിൽ എനിക്ക് വേണ്ട. നിങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്ക് തിരിച്ചുപോകും, ദയവായി എന്ന് പറഞ്ഞ് അയാൾ കൈനീട്ടി. ഇനി ഒരിക്കലും എന്നെ തൊടാനോ എന്റെ പേര് പറയാനോ തുനിയരുത്. സാധനങ്ങളും എടുത്ത് ഈ നഗരം വിട്ടുപോകാൻ സന്ധ്യ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നേരം വെളുത്തിട്ടും നിങ്ങളെ ഇവിടെ കണ്ടാൽ നിങ്ങളുടെ തലവെട്ടി ഞാൻ കടലിലേക്കെറിയും. ഇപ്പോൾ തന്നെ പോകാൻ നോക്ക് എന്ന് ഡാനി ആജ്ഞാപിച്ചു. മോട്ട് കെയ്ലിനിൽ റാംസെ ഒരു കൊടി ലോർഡ് ബോൾട്ടന് നൽകി. ഈ കോട്ട നിങ്ങളുടേതാണ് അച്ഛ എന്ന് റാംസെ പറഞ്ഞു. റോസ് ഒരു ചുരുൾ കൈമാറി. ഇന്നു മുതൽ നിന്റെ മരണം വരെ നീ എന്റെ മകനാണ്, ഇവിടുത്തെ അധിപന്റെ മകൻ എന്ന് റോസ് പറഞ്ഞു. റാംസെ വികാരഭരിതനായി. അങ്ങ് എന്നെ ആദരിക്കുന്നു. അങ്ങയുടെ പേരും പാരമ്പര്യവും ഞാൻ കാത്തുസൂക്ഷിക്കുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ അങ്ങേക്ക് യോഗ്യനായിരിക്കും അച്ഛാ, ഞാൻ വാക്കുതരുന്നുവെന്ന് അവൻ പറഞ്ഞു. സൈന്യം കുതിരപ്പുറത്ത് മുന്നോട്ട് നീങ്ങി. ദ വെയിലിൽ സാൻസ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബേലിഷ് വാതിലിൽ മുട്ടി. എന്താണ് എന്ന് സാൻസ ചോദിച്ചു. നീ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്ന് ബേലിഷ് ചോദിച്ചു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അവർ നിങ്ങളെ ആ കൊക്കയിലേക്ക് എറിയുമായിരുന്നു എന്ന് സാൻസ പറഞ്ഞു. അതൊരു ഉത്തരമല്ല എന്ന് ബേലിഷ് പറഞ്ഞു. അവർ നിങ്ങളെ വധിച്ചിരുന്നെങ്കിൽ അവർ എന്നെ എന്തു ചെയ്യുമായിരുന്നുവെന്ന് സാൻസ ചോദിച്ചു. എനിക്കറിയില്ല എന്ന് ബേലിഷ് പറഞ്ഞു. എനിക്കും അറിയില്ല എന്ന് അവൾ മറുപടി പറഞ്ഞു. അപരിചിതരേക്കാൾ അറിയാവുന്ന മനുഷ്യനിൽ വിശ്വസിക്കുന്നതാണ് നല്ലത്, അല്ലേ? നിങ്ങൾക്കെന്നെ അറിയാമെന്ന് കരുതുന്നുണ്ടോ എന്ന് ബേലിഷ് ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് സാൻസ പറഞ്ഞു. വേലിന് പുറത്ത് ആര്യായും ഹൗണ്ടും നടക്കുകയായിരുന്നു. അവൻ വേദനയോടെ കഴുത്തു തിരുമ്മി. എന്നെക്കൊണ്ടത് കത്തിക്കാൻ നീ അനുവദിക്കണമായിരുന്നു എന്ന് ആര്യ പറഞ്ഞു. ഇതൊരു ചെറിയ മുറിവാണ് എന്ന് ഹൗണ്ട് പറഞ്ഞു. ആ ചെറിയ മുറിവ് കാരണം നീ പണ്ടത്തേക്കാൾ പതുക്കെയാണ് നടക്കുന്നത് എന്ന് ആര്യ പരിഹസിച്ചു പറഞ്ഞു. നമുക്കിനി അധിക ദൂരം നടക്കേണ്ടിവരില്ല എന്ന് ഹൗണ്ട് പറഞ്ഞു. എന്റെ ആന്റി എനിക്കുവേണ്ടി പണം തരുമെന്ന് നീ ശരിക്കും കരുതുന്നുണ്ടോ എന്ന് ആര്യ ചോദിച്ചു. അതെ, അവർ തരുമെന്ന് ഹൗണ്ട് പറഞ്ഞു. ഞാൻ അവരെ കണ്ടിട്ടുപോലുമില്ല എന്ന് ആര്യ പറഞ്ഞു. അതിൽ കാര്യമില്ല. നീ അവരുടെ രക്തമാണ്. കുടുംബം, അഭിമാനം, അതൊക്കെയാണ് നിങ്ങൾക്ക് വലുത് എന്ന് ഹൗണ്ട് പറഞ്ഞു. ഞാനൊരു വലിയ വീട്ടിലെ പെണ്ണല്ല എന്ന് ആര്യ പറഞ്ഞു. കാവൽക്കാരൻ അവരെ തടഞ്ഞു. ആരാണ് ആ കവാടം കടക്കാൻ വരുന്നത് എന്ന് അയാൾ ചോദിച്ചു. സാൻഡോർ ക്ലെഗെയിൻ, കൂടെയുള്ളത്. യാത്രയിലെ കൂട്ടുകാരി ആര്യ സ്റ്റാർക്ക്, നിങ്ങളുടെ പ്രഭ്വിയുടെ അനന്തരവൾ എന്ന് ഹൗണ്ട് പറഞ്ഞു. എങ്കിൽ ഞാൻ അനുശോചനമറിയിക്കുന്നു. അവർ മരിച്ചു 3 ദിവസം മുമ്പ് എന്ന് കാവൽക്കാരൻ പറഞ്ഞു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആര്യ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിരാശയും തമാശയും കലർന്ന ഒരു ചിരി. കിങ്സ് ലാൻഡിംഗിലെ ജയിലിൽ ടിരിയൻ ജൈമയിൽ നിന്ന് വീഞ്ഞു വാങ്ങിക്കുടിച്ചു. വീഞ്ഞ് എപ്പോഴും സഹായിക്കും. പോരാട്ടത്തിലൂടെയുള്ള വിധി. 2. മനുഷ്യർ പരസ്പരം വെട്ടിക്കീറുന്നതിലൂടെ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം ദൈവങ്ങളുടെ കണ്ണിൽ തെളിയിക്കുന്നു. ദൈവങ്ങളെക്കുറിച്ച് അതെന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി എത്ര സമയമുണ്ട് എന്ന് ടിരിയൻ ചോദിച്ചു. ഉടനെ എന്ന് ജൈമെ പറഞ്ഞു. ഓബറിന് വല്ല സാധ്യതയുമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാരകമായ കഴിവില്ലാതെ അങ്ങനെയൊരു പേര് കിട്ടില്ല അല്ലേ എന്ന് ടിരിയൻ ചോദിച്ചു. ഞാൻ അവൻ പോരാടുന്നത് കണ്ടിട്ടില്ല എന്ന് ജൈമെ പറഞ്ഞു. രാജാവിനെ കൊന്നാൽ എന്താണ് ശിക്ഷ എന്ന് ടിരിയൻ ചോദിച്ചു. തലവെട്ടൽ എന്ന് ജൈമെ പറഞ്ഞു. അതൊരു സാധാരണ ശിക്ഷയായിപ്പോയി. അവൻ എന്റെ അനന്തരവൻ കൂടിയായിരുന്നു. അപ്പോൾ അതിനെ എന്തു പറയും? സഹോദരങ്ങളെ കൊല്ലുന്നത് ഒരു പേര്, മക്കളെ കൊല്ലുന്നത് വേറൊരു പേര്. എല്ലാറ്റിനും ഓരോ പേരുകളുണ്ട്. കസിൻസ് എന്ന് ജൈമെ പറഞ്ഞു. അതെ, കസിനെ കൊല്ലുന്നതിന് വാക്കില്ല. ജൈമെ പോകാനായി എഴുന്നേറ്റു. ഇന്ന് നല്ലത് വരട്ടെ എന്ന് അവൻ ആശംസിച്ചു പറഞ്ഞു. ടിരിയൻ അരങ്ങിലേക്ക് നടന്നു. ഓബറിൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു.
കവചം വളരെ കുറവാണല്ലോ എന്ന് ടിരിയൻ ചോദിച്ചു. എനിക്ക് വേഗത്തിൽ അനങ്ങണം എന്ന് ഓബറിൻ പറഞ്ഞു. ഒരു ഹെൽമെറ്റെങ്കിലും വയ്ക്കാമായിരുന്നു. നിങ്ങൾ അതിനോടാണോ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് ഇല്ലാരിയ പേടിയോടെ ചോദിച്ചു. ഞാൻ അതിനെ കൊല്ലാനാണ് പോകുന്നത് എന്ന് ഓബറിൻ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യനാണവൻ എന്ന് എലാരിയ പറഞ്ഞു. മലർന്നു വീണാൽ വലിപ്പത്തിന് പ്രസക്തിയില്ല എന്ന് ഓബറിൻ പറഞ്ഞു. ദൈവത്തിന് നന്ദി എന്ന് ടിരിയൻ പറഞ്ഞു. വിധിപ്രസ്താവം തുടങ്ങി. ദൈവങ്ങളുടെയും മനുഷ്യരുടെയും മുന്നിൽ ഈ മനുഷ്യനായ ടിരിയനിന്റെ കുറ്റം അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നു. നമ്മുടെ ചാമ്പ്യന്റെ കൈകളെ ദൈവങ്ങൾ നയിക്കട്ടെയെന്ന് അവിടെയുണ്ടായിരുന്നയാൾ വിളിച്ചു പറഞ്ഞു. യുദ്ധം തുടങ്ങാൻ കാഹളം മുഴങ്ങി. യുദ്ധം തുടങ്ങി. ഞാൻ ആരാണെന്ന് അവർ നിന്നോട് പറഞ്ഞോ എന്ന് ഓബറിൻ ചോദിച്ചു. ഏതോ മരിച്ച മനുഷ്യൻ എന്ന് മൗണ്ടൻ ഗർജിച്ചു പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയുടെ സഹോദരനാണ്. ഞാൻ എന്തിനാണ് ഈ നാറുന്ന നഗരത്തിൽ വന്നതെന്ന് നിനക്കറിയാമോ? നിനക്ക് വേണ്ടിയെന്ന് ഓബറിൻ പറഞ്ഞു. നീ മരിക്കുന്നതിനു മുമ്പ് കുറ്റസമ്മതം നടത്തുന്നത് എനിക്ക് കേൾക്കണം. നീ എന്റെ സഹോദരിയെ നശിപ്പിച്ചു. നീ അവളെ കൊന്നു. നീ അവളുടെ മക്കളെ കൊന്നു. ഇപ്പോൾ അത് പറയൂ. നമുക്ക് വേഗം അവസാനിപ്പിക്കാമെന്ന് ഓബറിൻ ആക്രോശിച്ചു പറഞ്ഞു. പറയൂ, നീ അവളെ നശിപ്പിച്ചു. നീ അവളെ കൊന്നു. നീ അവളുടെ മക്കളെ കൊന്നു എന്ന് അവൻ വീണ്ടും അലറി പറഞ്ഞു. പറയൂ, നീ അവളെ നശിപ്പിച്ചു. നീ അവളെ കൊന്നു. നീ അവളുടെ മക്കളെ കൊന്നു എന്ന് അവൻ വീണ്ടും അലറി പറഞ്ഞു. ഓബറിൻ അവന്റെ വയറ്റിൽ കുന്തം കുത്തിയിറക്കി. അവൻ വേദനയോടെ മുരണ്ടു. ഓബറിൻ കുന്തം വലിച്ചൂരി വീണുകിടക്കുന്ന അവന് ചുറ്റും നടന്നു. നിൽക്ക്. നീ മരിക്കുകയാണോ? നിനക്ക് ഇപ്പോൾ മരിക്കാൻ കഴിയില്ല. നീ കുറ്റസമ്മതം നടത്തിയില്ല. പറയൂ, അവളുടെ പേര് പറയൂ. നീ അവളെ നശിപ്പിച്ചു. നീ അവളുടെ മക്കളെ കൊന്നു. ആരാണ് നിനക്ക് ഉത്തരവ് തന്നത്? ആരാണ് നിനക്ക് ഉത്തരവ് തന്നത്? അവളുടെ പേര് പറയൂ എന്ന് ഓബറിൻ ചോദിച്ചു. പെട്ടെന്നവൻ ഓബറിനെ വീഴ്ത്തി. തന്റെ വലിയ കൈകൾ കൊണ്ട് അവനെ പിടിച്ചു. പല്ലുകൾ ഇടിച്ചു തെറിപ്പിച്ചു. ഓബറിനിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവന്റെ തല ഞെരിച്ചു. എലിയ മാട്ടേൽ, ഞാൻ അവളുടെ മക്കളെ കൊന്നു. പിന്നെ ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു. പിന്നെ ഞാൻ അവളുടെ തല ഇതുപോലെ തകർത്തു. എല്ലാരിയായുടെ നിലവിളി അവിടെ മുഴങ്ങി. ഓബറിനിന്റെ തല തകർന്നു. ടെരിയനിന്റെ ഉള്ളിലെ പ്രതീക്ഷ അസ്തമിച്ചു. ടൈവിൻ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. ദൈവങ്ങൾ അവരുടെ വിധി അറിയിച്ചു കഴിഞ്ഞു. ടിരിയൻ ലാനിസ്റ്റർ, കിങ് ടോമൻ ഓഫ് ദ ഹൗസ് ബരാത്തിയൻ, ഫസ്റ്റ് ഓഫ് ഹിസ് നെയിമിന്റെ പേരിൽ നിനക്ക് വധശിക്ഷ വിധിക്കുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.